അപ്പോൾ വെൽക്കം ബാക്ക് ഷെഫ് ലിഷൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന നല്ല കിട്ടുന്ന റെസിപ്പിയുമായാണ്. നമ്മുടെ റെസിപ്പിയുടെ പേരാണ് ടൊമാറ്റോ കറി. അതെ, തക്കാളി വെച്ച് നമ്മൾ കിട്ടുന്ന ഒരു കറിയാണ് ഉണ്ടാക്കുമ്പോൾ. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കപ്പെടുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള കിട്ടുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കി നമുക്ക് വീഡിയോ കാണാം. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ചാനലിപ്പോൾ 2K മെമ്പേഴ്സ് ആയിരിക്കും, നമ്മൾ 2K സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. അപ്പോൾ ഇത്രയും വളരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും വളരെ താങ്ക്സ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. വളരെയധികം നന്ദിയുണ്ട്. നമുക്ക് ഇത്രയും പെട്ടെന്ന് നമുക്കൊരു 2K സപ്പോർട്ട് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നിങ്ങളുടെ വലിയ സപ്പോർട്ടിന് എൻ്റെ വളരെ ബിഗ് താങ്ക്സ്. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ റെസിപ്പികൾ നമ്മൾ ഇനിയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനായി നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ തക്കാളിക്കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചട്ടി അതിലേക്ക് വെച്ച് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഓയിൽ ഏകദേശം ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ കടുക് പൊട്ടിച്ച ശേഷം നമ്മൾ അതിലേക്ക് ചേർക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചേക്ക് നമ്മൾ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില, ഈ നാലും കൂടി ഇട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഈ പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും ഇഞ്ചിയുടെയൊക്കെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പോയി ഒന്ന് നോക്കിയേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പച്ചമുളകൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഏകദേശം ഒരു 2 മിനിറ്റ് നല്ലപോലെ അപ്പോൾ വഴണ്ട് വരും. അപ്പോൾ വഴന്ന് വന്ന ശേഷം നമ്മൾ അടുത്ത ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് വെച്ചാൽ സവോളയാണ്. ഒരു 4 സവോള ഇതുപോലെ ചെറുതായി സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നത് അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ സവോള ഇല്ലാത്തവർ ചെറുള്ളി ഇടുക. ചെറുള്ളിയാണ് ഏറ്റവും ബെറ്റർ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ചെറുള്ളി കിട്ടുന്നില്ലെങ്കിൽ സവോള ഇടുക. അപ്പോൾ നമ്മളൊരു 4 സവോള എടുത്തേക്കുന്നത്, 4 സവോള നല്ലപോലെ ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതും കൂടി ഇട്ട് നല്ലപോലെ ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 8 മിനിറ്റ് ഇട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയ ശേഷം നമ്മുടെ സവോള ഏകദേശം നല്ലപോലെ വഴണ്ട സമയത്ത് നമ്മൾ അതിലേക്ക് ചേർക്കാൻ നമ്മുടെ തക്കാളിയാണ്. തക്കാളി നമ്മുടെ കറിയുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് അല്ലേ. അപ്പോൾ ഒരു 4 ചെറിയ തക്കാളി നമ്മൾ ഇതുപോലെ സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ 4 ചെറിയ തക്കാളി കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇത് ഏകദേശം ഒരു 8 മിനിറ്റ് കൊണ്ട് നല്ലപോലെ വഴണ്ട് നല്ലതിലെ തക്കാളിയിലെ വെള്ളമൊക്കെ ഇറങ്ങി ജ്യൂസൊക്കെ ഇറങ്ങി നല്ലപോലെ വഴണ്ട് വരുന്ന വരെ നമ്മൾ വഴറ്റിയെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു 8 മിനിറ്റിന് ശേഷം നമ്മുടെ തക്കാളി നല്ലപോലെ വഴന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ശരിക്കും നമ്മളിട്ട് വഴറ്റിയായിരുന്നു. അപ്പോൾ ഇതിൽ നല്ലപോലെ ജ്യൂസൊക്കെ ഇറങ്ങി നല്ല വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി ഇപ്പോൾ നമ്മൾ തിളയ്ക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ജ്യൂസൊക്കെ നല്ലപോലെ ഇറങ്ങി ഈ ഒരു പരുവാകുന്ന വരെ നമ്മൾ നല്ലപോലെ വഴറ്റിയെടുക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് തക്കാളിയിലേക്കുള്ള അരപ്പിന് വേണ്ടി നമുക്ക് തേങ്ങ ആവശ്യമായിരുന്നു. അപ്പോൾ നമ്മളൊരു തേങ്ങ മൊത്തത്തിൽ ഫുള്ളായി ചിരണ്ടിയതാണ്. അപ്പോൾ ഇത് നമ്മൾ അരച്ച് നമ്മുടെ തക്കാളിക്ക് അരപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ തേങ്ങയിലേക്ക് അല്പം മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് നമ്മുടെ തേങ്ങ ഒന്ന് നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ തക്കാളി കറി ആ സമയത്ത് നമ്മുടെ തക്കാളി ഏകദേശം നമ്മൾ സെറ്റായിട്ടുണ്ട്. നല്ലപോലെ സോട്ടായി നല്ല കുഴമ്പ് വരുവായിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അടുത്ത് ചേർക്കാൻ വെച്ചാൽ അല്പം മസാലക്കൂട്ടാണ്. അപ്പോൾ അല്പം മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതെല്ലാവരും കയറി നോക്കിയേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം കൂടെ നമ്മുടെ തക്കാളിയിലേക്ക് പിടിക്കുന്നവരെ നമ്മുടെ മസാലക്കൂട്ടെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ തക്കാളി നമ്മുടെ മസാലയെല്ലാം പിടിച്ച് സെറ്റായിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഇതിലേക്ക് നമ്മുടെ തേങ്ങ അരപ്പ് ചേർക്കും. നമ്മൾ അരച്ച് വെച്ചേക്കും നമ്മുടെ തേങ്ങയുടെ അരപ്പ്. അപ്പോൾ നമ്മുടെ അരപ്പ് നമ്മുടെ തക്കാളിയിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ അരപ്പ് ചേർക്കുമ്പോൾ ഈ കറി സെറ്റായിട്ടുണ്ട് കേട്ടോ. അരപ്പാണ് നമ്മുടെ കറിയുടെ ഏറ്റവും ഹൈലൈറ്റ് സാധനം. അപ്പോൾ നമ്മൾ അരപ്പ് ഇതിലേക്ക് ചേർത്ത് നമ്മുടെ തക്കാളിയിലേക്ക് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് അത് പിടിക്കുന്നവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് കറിക്ക് ആവശ്യമായ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ച് നമ്മളിതിൽ നിന്ന് ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുവരെ നമ്മുടെ കറിയിൽ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ കറിക്ക് ആവശ്യത്തിന് ഉള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് നല്ലപോലെ പിടിക്കുന്നവരെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ കൈ എടുക്കാതെ ചെറിയ സ്ലോ ഫയർ ചെയ്തിട്ട് നമ്മുടെ കറി ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ അധികം തിളപ്പിക്കരുത്. നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി നമ്മുടെ തേങ്ങ പൊട്ടിപ്പോവും, പിരിഞ്ഞു പോവും. അപ്പോൾ തേങ്ങ പൊട്ടാതെ അധികം തിളയ്ക്കാതെ ഒരു തിള വരുന്ന വരെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക.
അപ്പോൾ നമ്മുടെ തക്കാളി ഏകദേശം നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മുടെ അരപ്പൊക്കെ സെറ്റായിട്ടുണ്ട്. തക്കാളിയൊക്കെ വെന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഒരു തിളയൊക്കെ വന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കറിക്ക് വേണ്ടി നമ്മൾ താളിപ്പടിക്കാൻ വേണ്ടി താളിപ്പ്. അതിന് വേണ്ടി നമ്മൾ പാൻ വെച്ച് പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ജസ്റ്റ് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുകൊന്ന് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ കടുകെല്ലാം പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചാൽ നമ്മുടെ ചെറുള്ളി അഥവാ ഷാലറ്റ്സ് ഇട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ചെറുള്ളി ഇല്ലെങ്കിലും കുഴപ്പമില്ല, സബോള ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടാലും മതി. അപ്പോൾ അതും കൂടി ഇട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഷാലറ്റ്സ് നല്ലപോലെ ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മുടെ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കും. അപ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ അല്പം മുളക് പൊടിയും കൂടെ ചേർത്ത് ഇളക്കി ഇങ്ങെടുത്ത് നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ താളിപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ താളിപ്പ് നമ്മുടെ ടൊമാറ്റോ കറിയുടെ തക്കാളി കറിയുടെ മേലിലേക്ക് ഇതുപോലെ അങ്ങ് വെതറി അങ്ങ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ തവി വെച്ച് 2-3 ഇളക്കി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാണല്ലോ നമ്മുടെ ടൊമാറ്റോ കറി അഥവാ തക്കാളി തേങ്ങ അരച്ച കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ഒരു സെറ്റപ്പ് സാധനം കേട്ടോ. എൻ്റെ പൊന്നെ, ഇതുകൂടെ ഒരു ചോറുണ്ട് ഞാൻ വേറെ ലെവലായിരിക്കും. കിട്ടില്ല കറി ഇതിൻ്റെ കൂടെ ജസ്റ്റ് നമ്മൾ എണ്ണയിൽ ചെറിയൊരു തോരനോ അല്ലെങ്കിൽ എണ്ണയിൽ മീനോ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറെ ലെവൽ സാധനം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ടൊരു റെസിപ്പി ആയിരുന്നു. നമ്മുടെ ടൊമാറ്റോ കറി. അതെ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കിട്ടുന്നൊരു കറിയായിരുന്നു. അതെല്ലാവരും പെട്ടെന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ചോറൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് ഒരു 2-3 തക്കാളി മേടിച്ച് പെട്ടെന്ന് ഉണ്ടാക്കാൻ കിട്ടുന്നൊരു കറിയല്ലേ. അപ്പോൾ ഇതുപോലത്തെ പുതിയ റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക, അതുപോലെ തന്നെ ഷെയർ ചെയ്തേക്കുക, പിന്നെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക, പിന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് ഇടിച്ച് പൊട്ടിച്ചേക്കുക. അപ്പോൾ പുതിയൊരു റെസിപ്പിയായി വരുന്നവരെ സൈനിങ് ഓഫ് ഷെഫ് ലിഷൻ.